അടുത്ത് ഞങ്ങളുടെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു, 7 വർഷത്തോളമുള്ള ഒരു ആഗ്രഹമായിരുന്നു, ഒരു സ്വന്തമായൊരു ഭവനം വേണമെന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കും, അതിനുവേണ്ടി വസ്തു ഒക്കെ അന്വേഷിക്കും. പക്ഷേ അതിന് കിട്ടുന്നില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചും ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും ഇതൊരു നിയോഗമായി വയ്ക്കും, പക്ഷേ കിട്ടുന്നില്ല. പക്ഷേ പെട്ടെന്ന് ഈ ഉടമ്പടി പുതുക്കിയതിന് ശേഷം, അതിനു മുമ്പ് എനിക്ക് വന്ന മാറ്റം എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് എനിക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റി. ഈ ഉടമ്പടി പുതുക്കിയതിന് ശേഷം എനിക്കതൊക്കെ റിയലായിട്ട് അതിന് ആൻസർ കിട്ടിത്തുടങ്ങി. ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞങ്ങൾ കുടുംബ ഷെയറായിട്ട് ഒരു വസ്തു തന്നു. പക്ഷേ ആ വസ്തുവിലോട്ട് വഴിയില്ലായിരുന്നു. ഈ പുതുക്കി തൊട്ടടുത്ത മാസം, ഏപ്രിൽ മാസം, അതുവഴി കുറച്ച് പേരുടെ പരിശ്രമം ഫലം കൊണ്ട് അതുവഴി വഴി വന്നു. ഈ വഴി വന്നതെന്ന് പറയുമ്പോൾ ബൈപ്പാസിനോട് ചേർന്നു, കഴക്കൂട്ടംകാരോട് ബൈപ്പാസിനോട് ചേർന്ന് തൊട്ടടുത്ത് ഒരു വസ്തു മാറി ഈ വഴി വന്നു. അപ്പോൾ ഒത്തിരി, അതായത് എല്ലാവരും ഇപ്പോൾ ആ വഴിയാണ് പാസ് ചെയ്യുന്നത്. പഴയ ആ റോഡൊക്കെ പോയി ഇപ്പോൾ ഈ വഴി ബൈപ്പാസിലൂടെയാണ്. തൊട്ടടുത്ത് തന്നെ ഇതിലോട്ട് വഴി കിട്ടി. ആവേ മരിയ. എൻ്റെ പേര് ഗ്രീഷ്മ. ഞാൻ വരുന്നത് തിരുവനന്തപുരം പാറശാലയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2020 ജനുവരി മാസം 18-ാം തീയതിയാണ്. അപ്പോൾ ഞാനിവിടെ വന്നത് ഒത്തിരി നിരാശയോടു കൂടിയാണ് വന്നത്. ഇപ്പം ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് വളരെ സംതൃപ്തിയോടും സന്തോഷത്തോടും കൂടെയാണ്. പക്ഷെ ഞാൻ അന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വരുമ്പോൾ ഒത്തിരി നിരാശയോടെയാണ് വന്നത്. കാരണം ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ഒത്തിരി പരിശ്രമിച്ചിരുന്നു. ലിസ്റ്റിലൊക്കെ വരും, ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ഒത്തിരി പരിശ്രമിച്ചു, ലിസ്റ്റിലൊക്കെ വരും. പക്ഷെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കും. കിട്ടാറാകുമ്പോൾ അതങ്ങ് ഒന്നിൽ ലിസ്റ്റ് ക്യാൻസലാവും, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് കിട്ടത്തില്ല, അല്ലെങ്കിൽ ഒരു 1/2 മാർക്കിൻ്റെ ഇതുകൊണ്ട് കിട്ടത്തില്ല. അപ്പം അങ്ങനെ ഒത്തിരി വിഷമിച്ചിരുന്നു. അപ്പോൾ MSc B.Ed സെറ്റൊക്കെ, MSc M.Ed സെറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഒത്തിരി പേര് എല്ലാവരും ചോദിക്കും, ഇതുവരെ ജോലിയൊന്നും ആയില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ എനിക്കൊരു ആൾക്കാരെ ഫേസ് ചെയ്യാനൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഇതുവരെ ജോലി ആയില്ലേ, കൂടെ ഉള്ളവർക്കൊക്കെ ജോലി ആയല്ലോ, ഇപ്പോഴും പ്രൈവറ്റായിട്ട് കോളേജിൽ പോവുകയാണോ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഒരു വിഷമം തോന്നി. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ ഉടമ്പടിയിൽ വച്ചിരുന്നു. കാരണം 2016 ഒരു HSC വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലിസ്റ്റിൽ ഞങ്ങൾ ഒത്തിരി പ്രതീക്ഷിച്ചു, ആ ഒരു എക്സാമിന് ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. 2018 ആ എക്സാം കഴിഞ്ഞത്. പക്ഷേ അത് എന്തുകൊണ്ടോ അതിൽ കുറച്ച് കേസൊക്കെ ആയി കോടതിയിലായിപ്പോയി. ആ ലിസ്റ്റ് അവർ സ്റ്റേ ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇനി അത് കിട്ടത്തില്ല. ഞാനും ഹസ്ബൻഡും ആ ലിസ്റ്റിലുണ്ട്. ഹസ്ബൻഡിന് ഓൾറെഡി ഗവൺമെൻറ് ജോലിയുണ്ട്. എന്നാലും ഞങ്ങൾ അന്ന് 2020 ഞാൻ അന്ന് വരുമ്പോൾ ആ ഉടമ്പടിയിൽ 2 പേർക്കും, ആദ്യം ഹസ്ബൻഡ് പറഞ്ഞു നിനക്ക് മാത്രം എഴുതിയാൽ മതി, എന്നാലും ഞങ്ങൾക്ക് 2 പേർക്കും ഈ HSA ജോലി കിട്ടണമെന്ന് ഞങ്ങൾ എഴുതി. പക്ഷേ അത് 2016 വിളിച്ചതാണ്. അത് കിട്ടാൻ സാധ്യതയില്ല എന്ന് ഞങ്ങൾക്കറിയാം, കാരണം ഒത്തിരി വർഷങ്ങളായി. പക്ഷേ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഉടമ്പടിയിൽ നിയോഗം വെച്ചു. 3 മാസം അപ്പോൾ ഉടമ്പടി ധ്യാനത്തിന് വരണമായിരുന്നു. അപ്പോൾ ആ 3 മാസം ഉടമ്പടി കംപ്ലീറ്റ് ആയി. അടുത്ത് കൊറോണയായി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വരാൻ സാധിച്ചില്ല. പക്ഷെ അതിനുശേഷം ഞാൻ ഇവിടുത്തെ ഗൂഗിൾ മീറ്റിലും അച്ഛൻ്റെ എല്ലാ മെയ് മാസം വണക്ക പ്രാർത്ഥനയിലും ആ കൊറോണ സമയത്തുള്ള എല്ലാ പ്രാർത്ഥനയിലും പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ അച്ഛനെ കണ്ട് സംസാരിക്കാനൊക്കെ ലിങ്ക് അയച്ചിരുന്നു. അതിലൊക്കെ പ്രെയർ റിക്വസ്റ്റും എല്ലാം ഇടുമായിരുന്നു. അത് കഴിഞ്ഞ് ഉടമ്പടി ഞാൻ പുതുക്കുന്നത് 2021 മാർച്ച് മാസം 27-ാം തീയതിയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് പേരൊക്കെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയ സമയം. അപ്പോൾ ഞാനൊരു ഉച്ചയായി എത്തിയപ്പോൾ അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. അച്ഛനെ കാണണമെന്നൊരാഗ്രഹം തോന്നി. അപ്പോൾ സ്വാഭാവികമായി വരുന്ന എല്ലാവർക്കും ഒരു ആഗ്രഹം തോന്നും, അച്ഛനെ കണ്ട് അച്ഛൻ്റെ ഒരു അനുഗ്രഹം കിട്ടിയിരുന്നെങ്കിൽ എന്ന്. അപ്പം എനിക്കും ഇവിടെ വന്നപ്പോൾ തോന്നി, മാതാവേ ഒന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. പക്ഷെ അത് 4 മണിയൊക്കെ ആയി, 5 ഏകദേശം ഇവിടെയൊക്കെ അടയ്ക്കാറായി, എല്ലാവരും പോയി തുടങ്ങി. അപ്പം കാണാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങളും പോകാൻ വേണ്ടിയിട്ടൊക്കെ എഴുന്നേറ്റു. പക്ഷേ എന്തോ ഒരു ഇതുപോലെ അച്ഛൻ അപ്പോൾ ചായ കുടിക്കാനും തോന്നുന്നു. അച്ഛൻ ഇവിടെ നിന്ന് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓടിപ്പോയി. വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ഓടിച്ചെന്ന് ആദ്യം പ്രാർത്ഥിച്ചു. തൊട്ട് പിന്നാലെ ഞങ്ങൾ ഓടിപ്പോയി. അച്ഛൻ എന്താ മോളെ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞങ്ങളിങ്ങനെ ആവശ്യങ്ങൾ പറഞ്ഞു, ജോലിയുടെ കാര്യങ്ങളും ഒരു വീട് വെക്കേണ്ടാകും, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ആഗ്രഹങ്ങളും അച്ഛനോട് പറഞ്ഞു. അപ്പം അച്ഛൻ ഞങ്ങളുടെ അവിടെ മുട്ടുകുത്തി തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ വീണ്ടും അച്ഛൻ ജോലിയുടെ മോളെ പേടിക്കണ്ട, എന്ത് ജോലി കിട്ടും, ഇവിടെ ഒന്ന് സാക്ഷ്യം പറയണം, നീ പോയി രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കൊരു അച്ഛൻ പറഞ്ഞപ്പോൾ ഒരു ഉള്ളിലൊരു സന്തോഷം. എന്തായാലും ഒന്നും കിട്ടിയില്ല, അച്ഛനെ കാണാൻ പറ്റിയല്ലോ, അച്ഛൻ്റെ വായിൽ നിന്നൊരു ഇങ്ങനെ കിട്ടിയല്ലോ എന്നൊരു സന്തോഷം. അങ്ങനെ ഞങ്ങൾ അതൊരു ഓശാനയുടെ ഒരു ശനിയായിരുന്നു, ഓശാന പെരുന്നാളിൻ്റെ തലേദിവസമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് കാറി കയറിയപ്പോൾ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ഓശാനയ്ക്കുള്ള വലിയ 3 വായന, പെസഹ വായന വായിക്കണം. കുഞ്ഞിലേ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു. പക്ഷെ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടുന്ന് പുറത്തിറങ്ങിയതും
അവിടെ പള്ളിയിൽ നിന്ന് സിസ്റ്റർ വിളിക്കുവാണ്, നാളത്തെ വായന ഗ്രീഷ്മയ്ക്കാണ് കേട്ടോ, ഒരു വായന, ഈ പെസഹായ്ക്ക് വായിക്കുന്ന 3 വായനയിൽ ഒരു വായന. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്തോ പണ്ട് കുഞ്ഞിലേന്തോ ആഗ്രഹിച്ചൊരാഗ്രഹം എൻ്റെ മാതാവ് ഇവിടുന്ന് ഇറങ്ങിയതും എനിക്ക് സാധിച്ചു. അപ്പോൾ ഞങ്ങൾ രാത്രി 11 മണിക്കാണ് എത്തിയത്. പിറ്റേ ദിവസത്തെ കുർബാനയ്ക്ക് രാവിലെ ചെന്നാണ് ഞാനൊന്ന് വായിച്ച് ജസ്റ്റ് അതൊരു വലിയൊരു ആഗ്രഹം എനിക്ക് ഇവിടെ നിന്ന് ആ ഒരു ചൈതന്യം കിട്ടിയതുപോലെ തോന്നി. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ ജോലിയുടെ കാര്യമാണ്. അപ്പോൾ ഞങ്ങളത് വിട്ട് കളഞ്ഞു, അത് കിട്ടത്തില്ല എന്ന് പറഞ്ഞ് വിട്ട് കളഞ്ഞു. പക്ഷേ ഞാൻ ഉടമ്പടി പുതുക്കിയ, അതായത് മാർച്ച് മാസം പുതുക്കി, തൊട്ടടുത്ത മാസം മുതൽ ഈ കേസിന് കുറച്ച് മൂവ്മെൻറ്റ് വന്നു തുടങ്ങി. 2020 കുറച്ചുകൂടെ മൂവ്മെൻറ്റ് വന്നു തുടങ്ങി, അത് കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവ് ആകാൻ തുടങ്ങി. പക്ഷെ ഞങ്ങൾ 2 പേരും ജോലിക്ക്, ഞങ്ങൾ അടുത്തടുത്താണ് ലിസ്റ്റിൽ, ഹസ്ബൻഡിന് തൊട്ടടുത്ത് ഞാനാണ്. അപ്പോൾ ജനുവരി ആയപ്പോൾ ഹസ്ബൻഡിന് അഡ്വൈസ് വന്നു. മലപ്പുറം ജില്ലയിലാണ്, ഹസ്ബൻഡിന് അഡ്വൈസ് വന്നു. കേസ് നിൽക്കുവാണ്, പക്ഷേ അതിൽ കേസിൻ്റെ ഇതിലുള്ളവരെ മാറ്റി നിർത്തി ബാക്കിയുള്ളവർക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കണമെന്ന് ഓർഡർ വന്നത് കാരണം അങ്ങനെ ഒരു ഓർഡർ ഇറങ്ങി. അങ്ങനെ ഹസ്ബൻഡിന് ജനുവരിയിൽ ജോലി കിട്ടി, എനിക്ക് ഫെബ്രുവരിയിൽ ജോലി കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും ചിന്തിക്കല്ല, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് 2 പേർക്ക് ഒരുമിച്ച് കിട്ടിയിരുന്നെങ്കിൽ, ഒരു ജനുവരിയിൽ കിട്ടിയിരുന്നെങ്കിൽ. പക്ഷെ അവിടെ ഞങ്ങളും ഒന്ന് ആഗ്രഹിച്ചു, ഒരുമിച്ച് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ആയിട്ട് സാക്ഷ്യം പറയാമല്ലോ. പക്ഷെ പിന്നെയാണ് മാതാവിൻ്റെ പ്ലാൻ മനസ്സിലായത്. കാരണം ജനുവരിയിലായിരുന്നെങ്കിൽ ഞങ്ങൾ 2 സ്കൂളിലായി പോയേനെ. പക്ഷേ അതായത് ഹസ്ബൻഡിന് കിട്ടി, അടുത്ത ലിസ്റ്റ് ഒരു 9 പേരെ എടുത്തപ്പോഴാണ് ഞാനും കൂടെ ആ ലിസ്റ്റിലായത്. ജനുവരിയിലായപ്പോൾ ഹസ്ബൻഡ് ഒരു സ്കൂളിൽ കിട്ടി, അവിടെ അത്യാവശ്യം അവിടെ ഒരു വീടൊക്കെ എടുത്ത് അവിടെ താമസമായി. ഫെബ്രുവരിയിലായപ്പോൾ ആ സ്കൂളിൽ ഒരു വേക്കൻസി ഉണ്ടോ എന്ന് അന്വേഷിച്ചു. അപ്പോൾ അറിഞ്ഞു ആ സ്കൂളിൽ വേക്കൻസി ഇല്ല. അപ്പോൾ തൊട്ടടുത്ത് ഏതെങ്കിലും സ്കൂളിൽ കിട്ടുവാണെങ്കിൽ ഒന്ന് ശ്രമിക്കാമെന്ന് കരുതി. അപ്പോൾ തൊട്ടടുത്തൊരു സ്കൂളിൽ ശ്രമിച്ചു. അവിടെ ഏകദേശം കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ശ്രമിച്ചു. പക്ഷേ ഈ ലിസ്റ്റ് കിട്ടുന്നതിൻ്റെ തലേ ദിവസം അറിഞ്ഞു വേറൊരാൾ ഈ സ്കൂളിലത്തേക്ക് വേണ്ടിയിട്ട് ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്തു. അതായത് അവിടെ ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്തു. ഞങ്ങൾ തലേ ദിവസമാണ് അറിയുന്നത്. പക്ഷേ ഞങ്ങൾ ഹസ്ബൻഡ് നാട്ടിലായിപ്പോയി. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി, അതായത് 1 മാസത്തെ, ഒരു 1-2 ആഴ്ചത്തെ പരിചയമുള്ള മലപ്പുറം ജില്ലയിലെ അവിടുത്തെ ആൾക്കാർ, മാതാവ് ആയിരിക്കും അവിടെ, ആയിരിക്കുമെന്നല്ല, മാതാവാണ് അവിടെ പ്രവർത്തിച്ചു. ഞങ്ങളുടെ അഭാവത്തിൽ പോലും അവിടെ കുറേ ആൾക്കാർ ഞങ്ങൾക്ക്, അതായത് സാറിൻ്റെ വൈഫിന് തന്നെ ഇവിടെ കിട്ടണം എന്ന് പറഞ്ഞാൽ അവിടെ കുറേ പേര് പ്രയത്നിച്ചു. പിന്നെ കുറേ പേര് ഞങ്ങൾക്ക് പോലും അറിയാൻ പാടില്ല, ഒത്തിരി പേര് പ്രയത്നിച്ചത് കാരണം ആ സ്കൂളിൽ തന്നെ എനിക്കും ജോലി കിട്ടി. തൊട്ടടുത്ത മാസം ആദ്യം ജനുവരിയിൽ അപ്പോയിൻമെൻറ്റ് കിട്ടിയെങ്കിൽ ഒരിക്കലും ഞങ്ങൾ ഒരു സ്കൂളിൽ വരത്തില്ല. ജനുവരിയിൽ ഹസ്ബൻഡിന് കിട്ടി, ഫെബ്രുവരിയിൽ ഞാൻ അതേ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നു. ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ തൊട്ടടുത്തിരുന്ന് വർക്ക് ചെയ്യുന്നു. അതായത് PSC വഴി. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുമ്പോൾ എല്ലാവരും ചോദിക്കും, PSC വഴി നിങ്ങൾക്ക് ഒരു സ്കൂളിൽ ജോലി കിട്ടിയോ, അത് കാശ് കൊടുത്ത് കിട്ടിയോ? അപ്പോൾ ഞങ്ങളില്ല, PSC വഴി എക്സാം എഴുതി ഞങ്ങൾ ഒരു സ്കൂളിൽ ജോലി ചെയ്യുവാണ്. അപ്പോൾ ഒത്തിരി പേര് പല ഞങ്ങൾ 2 ദിശയിലായിരുന്നെങ്കിലും ഒത്തിരി വിഷമിച്ചേനെ. പക്ഷേ ദൈവം, മാതാവ് ഞങ്ങളെ പ്രവാസികളുടെ ദുഃഖം അറിയുന്ന മാതാവാണെന്ന് അച്ഛൻ്റെ ധ്യാനത്തിലൊക്കെ പറയും. അപ്പം അതുപോലെ ഞങ്ങൾ ഒരുമിച്ച് കൂടിച്ചേർത്ത് ഞങ്ങൾ അവിടെ തൊട്ടടുത്ത് വീടെടുത്തു, അവിടെ ഞങ്ങൾ താമസിക്കുവാണ്. ഇനി അടുത്ത് ഞങ്ങളുടെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു, 7 വർഷത്തോളമുള്ള ഒരു ആഗ്രഹമായിരുന്നു, ഒരു സ്വന്തമായൊരു ഭവനം വേണമെന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കും, അതിനുവേണ്ടി വസ്തു ഒക്കെ അന്വേഷിക്കും. പക്ഷേ അതിന് കിട്ടുന്നില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചും ജോമാലൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും ഇതൊരു നിയോഗമായി വയ്ക്കും, പക്ഷേ കിട്ടുന്നില്ല. പക്ഷേ പെട്ടെന്ന് ഈ ഉടമ്പടി പുതുക്കിയതിന് ശേഷമാണ്, അതിനു മുമ്പ് എനിക്ക് വന്ന മാറ്റം എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് എനിക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റി. ഈ ഉടമ്പടി പുതുക്കിയതിന് ശേഷം എനിക്കതൊക്കെ റിയലായിട്ട് അതിന് ആൻസർ കിട്ടിത്തുടങ്ങി. അപ്പോൾ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞങ്ങൾ കുടുംബ ഷെയറായിട്ട് ഒരു വസ്തു തന്നു. പക്ഷേ ആ വസ്തുവിലോട്ട് വഴിയില്ലായിരുന്നു. ഈ പുതുക്കി തൊട്ടടുത്ത മാസം, ഏപ്രിൽ മാസം, അതുവഴി കുറച്ച് പേരുടെ പരിശ്രമം ഫലം കൊണ്ട് അതുവഴി വഴി വന്നു. ഈ വഴി വന്നതെന്ന് പറയുമ്പോൾ ബൈപ്പാസിനോട് ചേർന്നു, കഴക്കൂട്ടം കാരോട് ബൈപ്പാസിനോട് ചേർന്ന് തൊട്ടടുത്ത് ഒരു വസ്തു മാറി ഈ വഴി വന്നു. അപ്പോൾ ഒത്തിരി, അതായത് എല്ലാവരും ഇപ്പോൾ ആ വഴിയാണ് പാസ് ചെയ്യുന്നത്. പഴയ ആ റോഡൊക്കെ പോയി ഇപ്പോൾ ഈ വഴി ബൈപ്പാസിലൂടെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ ഇതിലോട്ട് വഴി കിട്ടി. അപ്പോൾ ഞങ്ങൾ ശരി, അപ്പോൾ അവിടെ ഞങ്ങൾക്ക് വീട് വയ്ക്കാമെന്നൊരു തീരുമാനം എടുത്തു. അപ്പോൾ ആദ്യം ഞങ്ങൾ അതിനായിട്ടൊരു കിണർ കുഴിച്ചു. അപ്പോൾ തൊട്ടടുത്തുള്ളവരൊക്കെ പറഞ്ഞു, ഇവിടെ കിണർ കുഴിച്ച് വെള്ളം കിട്ടത്തില്ല, കുഴൽ കിണറൊക്കെയാണ് കുഴിക്കുന്നത്. പക്ഷെ എന്നാലും ഞങ്ങൾ എന്തായാലും കിണർ കുഴിച്ചു. 10 അടി ആയപ്പോഴത്തേക്കും പാറ കണ്ടു തുടങ്ങി. അപ്പോൾ പിന്നെ കുഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു വെടിമരുന്ന് വയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അങ്ങനെ 38 അടി ഈ പാറ പൊട്ടിച്ചു. വെടിമരുന്ന് വെച്ച് ഈ പാറ പൊട്ടിച്ചു. അപ്പം ഞങ്ങൾ ഈ പാറ കണ്ടു തുടങ്ങിയ അന്ന് മുതൽ ഒരു ചെറിയൊരു ബോട്ടിൽ
വെള്ളം എടുക്കും. അതിൽ ഇവിടുത്തെ ഉടമ്പടി ഉപ്പ് ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഇവർ കുഴിക്കാൻ വരുന്നതിന് മുന്നേ രാവിലെ അവിടെ ഒന്നിൽ രാവിലെ അല്ലെങ്കിൽ അവർ പണി കഴിഞ്ഞ് പോയതിന് ശേഷം ഞങ്ങളവിടെ ഒഴിക്കുമായിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലി ഒഴിക്കുമായിരുന്നു. ഇത് കണ്ടിന്യൂസ് ആയിട്ട് തുടർന്ന് കൊണ്ടായിരുന്നു. പക്ഷേ ഈ 38 അടി ആ പാറ പൊട്ടിച്ചിട്ടും അവർ പറയുന്ന വെള്ളം കിട്ടാൻ ചാൻസ് ഇല്ല. അവർ ഉപേക്ഷിച്ചു, അവരുടെ പ്രയത്നം ഉപേക്ഷിച്ചു. അപ്പോൾ ഇനി ഒരു പോംവഴി എന്ന് പറയുന്ന ഒന്നിൽ ഇത് മൂടിയിട്ട് കുഴൽക്കിണർ എന്തെങ്കിലും കുഴിക്കുക എന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഭയങ്കര വിഷമമായിരുന്നു. വൈകുന്നേര സമയത്ത് അവിടെയൊക്കെ പോയിരുന്ന് ജോമാലയൊക്കെ ചൊല്ലും, പ്രാർത്ഥിക്കും. പക്ഷേ എന്നാലും നമുക്കൊരു ധൈര്യം, എന്ത് പ്രോബ്ലം വന്നാലും അതിനെ ഫേസ് ചെയ്യാൻ നമുക്ക് ഈ ഉടമ്പടി കൊണ്ട് ഒരു ധൈര്യം കിട്ടും. അതെങ്ങനെയാണെന്ന് അറിയത്തില്ല, നമുക്ക് കുഴപ്പമില്ല, അത് സാരമില്ല, അതൊക്കെ ശരിയാവുമെന്നൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി. അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് തോന്നി, ഞങ്ങൾ ഇതുവരെ ഉപ്പല്ലേ ഉപയോഗിച്ചത്, വേറെയും ഉടമ്പടി വസ്തുക്കളുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ശക്തി കുറച്ചുകൂടെ ഒന്ന് കൂട്ടി നോക്കാം. അപ്പോൾ ഈ ബോട്ടിൽ ഉപ്പിൻ്റെ കൂടെ 3 തുള്ളി തേൻ, 1 തുള്ളി ഉടമ്പടി തൈലം, ഇത് ഇത്രയും കുഞ്ഞു ബോട്ടിൽ ആ വെള്ളത്തിലൊഴിച്ച് 3 ദിവസം ഒഴിച്ചു. 3-ാമത്തെ ദിവസം മീൻസ് 4-ാമത്തെ ദിവസം ഭയങ്കര മഴയാണ്. അപ്പം ഞങ്ങൾ എന്നും പോയി നോക്കും, ഈ ഇട്ടിട്ട് രാവിലെ പോയി നോക്കും, വൈകുന്നേരം നോക്കും, വെള്ളം വന്നോ. ഞങ്ങൾ താഴോട്ടാണ് നോക്കുന്നത് ഇതിനകത്ത്, കാരണം അതിന് മുന്നത്തെ സാക്ഷ്യത്തിലൊക്കെ ഈ കിണറിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടി വെള്ളം വന്നതൊക്കെ സാക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും താഴെ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നൊക്കെ പോയി നോക്കും. അപ്പോൾ വ്യത്യാസമൊന്നുമില്ല. 4-ാമത്തെ ദിവസം ഭയങ്കര മഴ. അപ്പോൾ മാതാവ് ഉറവ ആകാശത്തിൽ നിന്നാണ് തന്നത്. ഞങ്ങൾ താഴോട്ടെന്നാണ് നോക്കിയത്, മാതാവ് ആകാശത്തിൽ നിന്ന് ഉറവ് തന്നു. 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മഴ. ഓർമ്മയുണ്ടാവും, ഒരു പ്രളയമൊക്കെ ആയിരുന്നു. 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മഴ. കിണർ നിറഞ്ഞു. 3-ാമത്തെ ദിവസം കുറച്ച് മഴ കുറഞ്ഞപ്പോഴും കിണറിൽ വെള്ളമുണ്ട്. അപ്പോൾ കുറേ പേരൊക്കെ, കാരണം ഇതെല്ലാവർക്കും അതിശയമായിരുന്നു, ഇതിന് വെള്ളമില്ല. എല്ലാവരും അറിഞ്ഞു, നാട്ടുകാർ മൊത്തം അറിഞ്ഞു ഇതിനകത്ത് വെള്ളമില്ല, കിണർ മൂടണമെന്നൊക്കെ. അപ്പോൾ അവരൊന്ന് ചോദിച്ചു, വെള്ളം എന്തായി? ഇത് മഴയത്ത് വെള്ളം നിറഞ്ഞതാണ്, ഇത് 2 ദിവസം മഴ പോകുമ്പോൾ അത് പൊയ്ക്കോളൂ. പക്ഷെ മഴ മാറി, വെള്ളം കുറഞ്ഞില്ല. അപ്പോൾ പറഞ്ഞു, അത് ഭൂമി തണുത്തത് കാരണം അതിലുള്ള നീര് നിന്നതാണ്, അതുകൊണ്ടാണ് അത് വെള്ളം പോകാത്തതെന്ന് പറഞ്ഞു. ശരി, കുറേ ദിവസമൊക്കെ ആയി, എന്നിട്ടും വെള്ളം താഴ്ന്നില്ല. വെള്ളം അങ്ങനെ തന്നെ ഉണ്ട്. വേനലായി. ആ വീട് പണി പൂർത്തിയാകുന്ന, അത് ഇന്ന് വരെ പൂർത്തിയായി. പാലുകാച്ച് നവംബർ 14 കഴിഞ്ഞു. ഇന്ന് വരെ ആ കിണറിൽ വെള്ളമുണ്ട്. എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, കിണറിൽ വെള്ളമുണ്ട്? ഞങ്ങളുണ്ട്, വെള്ളമുണ്ട്. അപ്പോൾ മറ്റ് സ്ഥലങ്ങൾ കുറയുമ്പോൾ പോലും ഞങ്ങളുടെ കിണറ്റിൽ വെള്ളമുണ്ട്. പാറ പൊട്ടി ആ വെള്ളമുണ്ട്. വേറെ ഒന്നുമില്ല, വിശുദ്ധ വസ്തുക്കൾ, മാതാവ് തന്ന ആ വെള്ളം ഒരു സാക്ഷിയായി. അത് ഒരു അത്ഭുത കിണർ, മാതാവിൻ്റെ കിണർ, മാതാ കിണർ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഒരു അത്ഭുതം എന്ന് പറയുന്നത് പോലെ അവിടെയാണ്. പക്ഷേ ആ പണിക്ക് ഒരു തടസ്സം കൂടെ, അത് വീട് പണിക്ക് കാരണം ഈ വെള്ളമല്ലേ, കാരണം വിശുദ്ധ വെള്ളമല്ലേ ഉപയോഗിക്കുന്നത്. ഞങ്ങൾ മലപ്പുറത്ത് ഞങ്ങൾക്ക് ജോലി കിട്ടിയത് കാരണം ആ ഫസ്റ്റ് സ്റ്റേജ് മാത്രമേ ഞങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ മാതാവ് നിന്ന് തന്നെ ചെയ്തു. ഒന്നിനും ഒരു കുറവും കൂടാതെ മാതാവ് തന്നു. അങ്ങനെ ഒരു മനോഹരമായൊരു ഒരു വീട് പണിയാൻ സാധിച്ചു. അപ്പോഴും നമ്മൾ ഞങ്ങളുടെ മനസ്സിൽ വീടെന്ന് പറയുന്നൊരു ഓപ്ഷൻ ഒക്കെ വേണമെങ്കിൽ വീട് പണി ജൂണിൽ തുടങ്ങിയായിരുന്നു. പക്ഷെ മാതാവ് ഞങ്ങൾക്ക് ജോലി ചെയ്യുന്നത് അടുത്ത ജനുവരിയിലാണ്. ഇതൊന്ന് മാറിയിരുന്നെങ്കിൽ, ഈ ഒരു ഡേറ്റ് ഒന്ന് മാറിയിരുന്നെങ്കിൽ, ഞങ്ങൾക്ക് ജൂണിൽ ജോലി തന്നിട്ട് ആയിരുന്നെങ്കിൽ ഒരിക്കലും ഞങ്ങൾ ആ വീട് എന്നൊരു വരത്തില്ല. കാരണം ഞങ്ങൾ 2 പേർക്കും ജോലിയായി, ഞങ്ങൾ മലപ്പുറത്ത് പോകും. വീടെന്ന ആ ഒരു ഞാൻ ഉടമ്പടിയിൽ വെച്ച നിയോഗം അതങ്ങനെ തന്നെ ചിലപ്പോൾ ആയിരിക്കും. പക്ഷേ ഈ ഡേറ്റ് ഒന്ന് മാറിയപ്പോൾ, ആദ്യം വീടെന്ന് പറയുന്നത് വന്നപ്പോൾ, വീടൊരു പകുതി സ്റ്റേജായപ്പോൾ ഞങ്ങൾക്ക് ജോലി തന്നു. ബാക്കി അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നു. ഫുള്ളൊന്ന് മാറി. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ആ പ്രദേശത്തൊരു സാക്ഷ്യം പോലെയാണ്. കാരണം ഒത്തിരി പേര്, എൻ്റെ വാട്സപ്പിലൊക്കെ പ്രൊഫൈൽ പിക്ക് മാതാവിൻ്റെ നമ്മുടെ കൃപാസന മാതാവിൻ്റെതാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഈ അത്ഭുതം ഈ മാതാവ്, കാരണം പാറശാല തെക്കേ അറ്റത്തെയാണ്, അങ്ങേ അറ്റത്തെയാണ്. ഒത്തിരി പേര് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഇടവകയിലും, എൻ്റെ സ്വന്തം ഇടവകയിലും, ഞാനിപ്പോൾ വന്ന ഇടവകയിലും ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കിതൊക്കെ എങ്ങനെയാണ് കിട്ടിയത്? അപ്പോൾ ഈ പ്രൊഫൈൽ പിക്ക് കാണുന്നത്, അപ്പോൾ നിങ്ങൾ കൃപാസനത്ത് പോകുന്നുണ്ടോ? അപ്പോൾ ഞങ്ങൾ പോകുന്നുണ്ട്. ചൊവ്വാഴ്ചത്തെ ലിങ്ക് ഞാൻ സ്റ്റാറ്റസ് ആയിട്ട് ഇടും. അപ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് അവിടെ പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. അവിടെ എങ്ങനെയാണ്? അപ്പോൾ ഞങ്ങൾ പറയാതെ തന്നെ ആൾക്കാർ ഞങ്ങൾ ജീവിക്കുന്ന സാക്ഷികൾ പോലെ ഞങ്ങളോട് ഇങ്ങോട്ട് ചോദിക്കുവാണ്, അതെങ്ങനെ കിട്ടി? നിങ്ങൾ ഇടുന്നത്, അപ്പോൾ എന്താണ് അവിടെ ചെയ്യുന്നത്? അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കുഞ്ഞൊക്കെ ആയി, ഞാൻ കാറ്റഗറീസൊക്കെ പഠിപ്പിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്ന് പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വന്ന് ചോദിക്കുവാണ്, ഇതെങ്ങനെയാണ്, എന്താണ് അവിടെ, എന്താണ്? അപ്പോൾ ഞാൻ ഒന്നുമില്ല, മാതാവ് അവിടെ ചെന്ന്, ഇന്നലെ മെനഞ്ഞാന്ന് പോലും ഒരു കുട്ടി, ഞാൻ കോളേജിൽ പഠിപ്പിച്ചിരിക്കുമായിരുന്നു. ഒത്തിരി സ്റ്റുഡൻസ് ഇതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട് ചൊവ്വാഴ്ച ദിവസം. അപ്പം ഞാൻ സമയം നോക്കും. കുറച്ച് സമയം കഴിയുമ്പോൾ ഇവരൊക്കെ അത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അറ്റ്ലീസ്റ്റ് അവരെന്താ കൃപാസനം എന്നൊരു വാക്കെങ്കിലും അവർ കേൾക്കുന്നുണ്ട്. വേറെ മതസ്ഥരും ഒക്കെ അവർ ആ ലിങ്ക് ഇടുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു സാക്ഷ്യം പോലെ
ഞങ്ങൾക്ക് ഇപ്പോൾ ഒത്തിരി പേരോട് പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇത് ഞങ്ങളുടെ ആ പ്രദേശത്തിന് തന്നെ ഞങ്ങൾക്കൊരു സാക്ഷ്യം പോലെ ജീവിക്കാൻ സാധിച്ചാലും മാതാവ് ഞങ്ങൾ അനുഗ്രഹിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇന്ന് സന്തോഷത്തോടെ, കാരണം ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് ഒത്തിരി പേരോട് സാക്ഷ്യം പറയുമ്പോൾ 3 മാസത്തിനകത്ത് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണേ, അപ്പോൾ ഒരു സാക്ഷ്യം പോലും എനിക്ക് പറയാൻ ഒത്തിരി ഞാൻ വിഷമിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പറയും, അതായത് നമ്മുടെ സഹനങ്ങൾ കൂടുമ്പോൾ അത്രയും തീക്ഷ്ണതയുള്ള ഒരു സാക്ഷ്യം പറയാനായിരിക്കും ദൈവം നമ്മളെ ഒരുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ സഹനം, അയ്യോ എനിക്ക് കിട്ടിയില്ല എന്നൊരു ഉണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. ഇതിൻ്റെ ഡബിൾ അല്ലെങ്കിൽ നല്ലൊരു സാക്ഷ്യം പറയാനായിട്ട് നമ്മളെ ചെത്തി അല്ലെങ്കിൽ അങ്ങനെ ഒരുക്കുകയാണ്. ആ സഹനം കൊണ്ട് നമ്മളെ ഈ കല്ല് അടിച്ചടിച്ച് മിനുസപ്പെടുത്തുന്ന പോലെ നമ്മുടെ ഒരു നല്ലൊരു സാക്ഷ്യത്തിനായിട്ടാണ് ഒരുക്കുന്നത്. അത് നമ്മളെന്നും നമ്മൾ മറന്നാലും നമ്മുടെ സാക്ഷ്യം ജീവിക്കുന്ന രീതിയിൽ നമ്മൾ ഒരുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. മറ്റുള്ള ആൾക്കാർക്ക് ഒരുപാട് പേര് ഇത് മാതാവിൽ വിശ്വസിക്കാനായിരിക്കും. നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ നമുക്ക് ചോദിച്ചതും കിട്ടിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ. പിന്നെ വേറൊരു കാര്യം, അത് ഇപ്പോൾ ഓർമ്മ വന്നതാണ്. ഞാൻ ഈ അച്ഛൻ സമയത്തിൻ്റെ മാതാവാണ്, സമയം പെട്ടെന്ന് സ്പീഡപ്പ് ചെയ്യുന്ന മാതാവ് എന്നൊക്കെ അച്ഛൻ പറയും. അപ്പോൾ എനിക്ക് ഉള്ളിൽ തോന്നും, എന്തുകൊണ്ടാണ് എനിക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ വിഷമിച്ചിരുന്നപ്പോൾ തൊട്ടടുത്ത ഷോ അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞു, മാതാവ് സമയത്തിൻ്റെതാണ്. സമയം ദീർഘിപ്പിക്കാനും അറിയാം, സമയം ഷോർട്ടൺ ചെയ്യാനും അറിയാം. ചില സമയത്ത് മാതാവ് സമയം ദീർഘിപ്പിക്കും. അതിന് അച്ഛൻ കുറേ ഉദാഹരണം, സഹനങ്ങൾ, കടലിൽ മീൻ പിടിക്കാൻ പോയ ആ സംഭവമൊക്കെ അച്ഛൻ ആ ബൈബിളിൽ ഇതൊക്കെ പറയുന്നുണ്ട്. അവർ വൈകുന്നേരമാവോളം നിന്നിട്ടാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ആ ഒരു സായാഹ്നം വരെ അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ അത് ദൈവം ആയിട്ടുണ്ടാക്കിയതാണ്. അതുപോലെ ഈ സമയം ചിലത് നമുക്ക് ദീർഘിപ്പിക്കുന്നത് നമുക്കൊരു അനുഗ്രഹമായിരിക്കും. ആ അനുഗ്രഹത്തിന് വേണ്ടി ഇപ്പോൾ ആരെങ്കിലും ഒരു ചെറിയൊരു വിഷമത്തോടെ ആയിരിക്കും, ഒരിക്കലും വിഷമിക്കേണ്ട. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മാതാവ് നമ്മെ ഒരു അനുഗ്രഹമാക്കി മാറ്റിയിരിക്കും, ഉറപ്പാണ്. കാരണം ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് മാതാവിൻ്റെ പേരിൽ അറിയപ്പെടാൻ കഴിഞ്ഞതിൽ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നുണ്ട്. അതിന് മാതാവും തിരുക്കുമാരനും ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഒത്തിരി നന്ദി. ആവേ മരിയ.